രണ്ട് ISI ഭീകരരാണ് രാജ്യത്ത് നുഴഞ്ഞു കയറിയിരിക്കുന്നത്. അവരുടെ ലക്ഷ്യം പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രിയെ വധിക്കുമെന്നൊരു ഭീഷണി സന്ദേശമാണ് ഇപ്പം മുംബൈ ട്രാഫിക് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? അതായത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പം 3-ാം തവണയും അധികാരത്തിലെത്തിയിട്ടുണ്ട്. ഇത് പലതരത്തിൽ ലോകത്തുള്ള പല ഭീകര സംഘടനകൾക്കും ഭീഷണിയാവുന്നുണ്ട്. അങ്ങനെ പല ഭീകര സംഘടനകൾക്കും ഭീഷണിയാവുന്നത് അദ്ദേഹത്തിന്റെ നിലപാട് തന്നെയാണ്. കാരണം ലോകത്തിൽ, അതായത് അന്തർദേശീയ തലത്തിൽ ഇപ്പോൾ ട്രംപ് അധികാരത്തിൽ വരാൻ പോവുകയാണ്. ട്രംപും മോദിയും തമ്മിലുള്ള ഒരു സൗഹൃദം എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായി അറിയാവുന്ന ഒരു കാര്യമാണ്. ആ സൗഹൃദത്തിന്റെ ഒരു പുറത്തു തന്നെ ഈ ഇസ്രായേലുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ എല്ലാ ഭീകര സംഘടനകൾക്കെതിരായിക്കൊണ്ടു, അതായത് ആ ഒരു പ്രദേശത്ത് തന്നെ കുമിഞ്ഞുകൂടി നിൽക്കുകയാണ് കുറെ ഭീകര സംഘടനകൾ. അവർക്കെതിരെ വളരെ കൃത്യമായി ഇസ്രായേൽ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ത്യ അതിനെ അനുകൂലിക്കുന്നുണ്ട്. ഇസ്രായേലിനോടൊപ്പം ചേർന്നുകൊണ്ട് തന്നെയാണ് പാലസ്തീനിന് നീതി വേണം, പക്ഷേ ഹമാസിന് ഞങ്ങൾ എതിരാണ് എന്ന് തന്നെയാണ് ഈ മോദി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വ്ളാദിമിർ പുടിനും ആ ഒരു നിലപാടിനോട് യോജിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഇസ്ലാമിക ഭീകരവാദ സംഘടനകളെ തുടച്ചു നീക്കണം എന്നുള്ള നിലപാടുമായി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ മോദി ഈ രാജ്യത്ത് അധികാരത്തിൽ നിൽക്കുന്നത് പല ഭീകര സംഘടനകൾക്കും വലിയ പ്രയാസമുണ്ടാക്കിയിട്ടുണ്ട്, പല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരായിക്കൊണ്ട് കൃത്യമായിട്ട് അദ്ദേഹത്തെ ഇല്ലാതാക്കുക എന്ന ശ്രമത്തോടു കൂടി പല ശ്രമങ്ങൾ നടന്നിരുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ അതൊക്കെ ഈ നമ്മുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിൻ്റെ ഒരു വളരെ കൃത്യമായ ഇടപെടൽ, മോദിക്ക് കൊടുക്കുന്ന സുരക്ഷ, മോദിയുടെ യാത്രകൾ പോലും വളരെ കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ നമ്മുടെ സുരക്ഷാ ഏജൻസികൾ കഴിയുന്നുണ്ട്. രണ്ടാമത്തത് ഈ കാശ്മീർ പ്രശ്നം. കാശ്മീരിൽ ഈ നമ്മൾ പറയുന്ന ഈ 370-ാം വകുപ്പ്, 370-ാം അനുച്ഛേദം റദ്ദാക്കിയത് മുതൽ പാകിസ്ഥാനിലെ ഭീകര സംഘടനകൾക്ക് മാത്രമല്ല, അതായത് ലോകത്തുള്ള മുഴുവൻ ഇസ്ലാമിക ഭീകരവാദ സംഘടനകളും മുസ്ലിം ഹാർഡ് കോർ മുസ്ലിം രാജ്യങ്ങൾ, ഞാൻ ഉദ്ദേശിക്കുന്നത് സൗദി അറേബ്യ പോലുള്ള ഗൾഫ് രാജ്യങ്ങളെ അല്ലാത്ത രാജ്യങ്ങളൊക്കെ തന്നെ മോദിക്കെതിരെ രംഗത്തെത്തിയിരുന്നു. എന്തിനാണ് നമ്മുടെ സ്വന്തം രാജ്യത്തെ ഒരു സംസ്ഥാനത്ത് നമ്മുടെ രാജ്യത്തേക്ക് പൂർണ്ണമായി ചേർത്ത് നിർത്തുന്നതിൽ ഇവർക്ക് എന്തിനാണ് ഇത്ര, മറ്റും ഇസ്ലാമിക രാജ്യങ്ങൾക്ക് എന്തിനാണ് ഇത്ര ആശങ്ക? നമ്മുടെ രാജ്യമല്ലേ. അതായത് പാകിസ്ഥാനിൻ്റെ ഭാഗമായിട്ടുള്ള കാശ്മീരിനെ അല്ല നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, പിടിച്ചെടുത്തിട്ടുള്ളതൊന്നും അല്ല. ഇതിപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള, ഇന്ത്യയുടെ ഭാഗമായി നിൽക്കുന്ന കാശ്മീർ തന്നെയാണ്. അത് കുറച്ചുകൂടി നമ്മുടെ ഇന്ത്യൻ നിയമവ്യവസ്ഥയെയും ഇന്ത്യയിലെ ജനങ്ങൾക്ക് അവിടെ പോകാനും അവിടെ സ്ഥലം വാങ്ങാനും അവിടെ വീട് വെക്കാനും ഒന്നുമുള്ള അവസ്ഥ അവിടെ നിലവിലുണ്ടായിരുന്നില്ല. അത് അവിടുത്തെ ആളുകൾക്ക്, അവിടെ പ്രത്യേകം നിയമമായിരുന്നു അവിടെയുള്ള ആളുകൾക്ക്. അതൊക്കെ മാറ്റി ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾക്കുള്ള നിയമമാണ് അവിടെ. അവിടെ ആർക്കും ഭൂമി വാങ്ങാം, വീട് വെക്കാം, തൊഴിലെടുക്കാം, എല്ലാം ചെയ്യാം. അതുപോലെ തന്നെ വിദ്യാഭ്യാസ നിലപാടുകൾ. ഇപ്പം കാശ്മീരിൽ എന്തുകൊണ്ടാണ് ഈ പറയുന്ന തീവ്രവാദി ആക്രമണങ്ങൾ ഇല്ലാത്തത് എന്നുള്ളത് വലിയ ചോദ്യമാണ്. അവിടുത്തെ ആഭ്യന്തര സുരക്ഷ കേന്ദ്രം ഏറ്റെടുത്തു കഴിഞ്ഞു. ഇതൊക്കെ ഈ പറയുന്ന തീവ്രവാദികൾക്ക് വലിയ തരത്തിലുള്ള പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഒരു സമയത്താണ് മോദിക്കെതിരായിക്കൊണ്ട് വളരെ കൃത്യമായ രീതിയിൽ ഇപ്പോൾ വധഭീഷണികൾ വരുന്നത്. ആദ്യ തവണയല്ല അദ്ദേഹത്തിന് വധഭീഷണി വരുന്നത് എന്നാണ്. പക്ഷേ ഇത് മുംബൈ ട്രാഫിക് സെല്ലിലേക്ക്, ട്രാഫിക് യൂണിറ്റിലേക്ക് ഒരു വാട്സപ്പ് വഴിയാണ് ഇത്തരത്തിൽ ഒരു സന്ദേശം എത്തിയത്. അത് നേരത്തെയും വന്നിരുന്നു. പക്ഷേ ആ സമയത്തൊക്കെ നമ്മുടെ സുരക്ഷാ ഏജൻസികൾ വിജിലൻ്റ് ആയിരുന്നു. പക്ഷേ ഈ ഒരു സന്ദേശവുമായി ബന്ധപ്പെട്ട് എന്താണ് ആ സന്ദേശത്തിൽ പറയുന്നത്? 2 IS ഭീകരർ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സന്ദേശം വന്നത്. ഈ സന്ദേശം വാട്സപ്പിലൂടെ വന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് ഞാൻ ഒരു സന്ദേശം ഏതെങ്കിലും ഒരു ടെലഫോൺ ബൂത്തിൽ പോയി ആ ബൂത്തിൽ നിന്ന് അനോണിമസ് കോളായിട്ട് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ഏതെങ്കിലും ഒരു നമ്പർ ഉപയോഗിച്ചുകൊണ്ട്, വിദേശത്ത് ഉപയോഗിക്കുന്ന ഒരു നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ അനോണിമസ് കോൾ ചെയ്യുകയാണെങ്കിൽ എന്നെ പിടിക്കില്ല എന്നൊക്കെ എനിക്ക് വിശ്വസിക്കാം. പക്ഷേ എൻ്റെ ഡയറക്റ്റ് വാട്സപ്പ് നമ്പറിൽ നിന്ന് ഞാൻ ഒരു സന്ദേശം ഇത്തരത്തിലുള്ള ഒരു പോലീസിന് അയക്കുമ്പോൾ വളരെ സാധാരണയായി എടുക്കുന്ന നടപടി എന്താണ്? ആ അയച്ചയാളെ വിളിച്ചു വരുത്തും. അയാളോട് ചോദിക്കുമല്ലോ, എന്താണ് കാര്യം, നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ വിവരം കിട്ടിയത് എന്നൊക്കെ ചോദിക്കും. അതുതന്നെയാണ് ഈ ഒരു വിഷയത്തെ വളരെ ഗുരുതരമായി എടുക്കുന്നത്. എന്തായാലും പോലീസ് വളരെ കൃത്യമായ രീതിയിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് മാത്രമല്ല, അതായത് രാജ്യത്തെ സുരക്ഷാ ഏജൻസികൾ, രാജ്യത്ത് ഉൾപ്പെടെയുള്ള സുരക്ഷാ ഏജൻസികൾ വളരെ കൃത്യമായി ഈ കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മോദിക്ക് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഏത് തരത്തിലുള്ള വധഭീഷണി വരുന്ന സമയത്തും അദ്ദേഹത്തിന് ആ സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള സുരക്ഷകളിൽ കുറവുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ നികത്താനുള്ള നടപടിക്രമങ്ങൾ എടുക്കാറുണ്ട്. ഒന്നുകൂടെ നമ്മുടെ ഇന്റലിജൻസ് സംവിധാനങ്ങളും അതുപോലെ തന്നെ രാജ്യത്തെ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം ഒന്ന് വിജിലൻ്റ് ആവാറുണ്ട്. രാജ്യത്തിൻ്റെ സുരക്ഷാ ഉപദേഷ്ടാവാണ് അജിത് ഡോവലിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. കാരണം അദ്ദേഹം ആ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം നിരവധിയായിട്ടുള്ള ഈ തീവ്രവാദ സംഘടനകളുടെ നേതാക്കന്മാർ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
പാകിസ്ഥാനിൽ കൊല്ലപ്പെടുന്നു, ഈ പറയുന്ന കാനഡയിൽ കൊല്ലപ്പെടുന്നു, അവിടെ പല സ്ഥലങ്ങളിലും കൊല്ലപ്പെടുന്നു. എല്ലാത്തിനും പേര് അജ്ഞാതൻ എന്നുള്ളതാണ്. ഈ അജ്ഞാതൻ പിന്നെ ആളുകളെ വധിക്കുമ്പോൾ അതിനാദ്യമൊക്കെ ഒരു അഭ്യൂഹം പോലെ പറയുന്നത് വളരെ കൃത്യമായി ഇന്ത്യ തന്നെ ചെയ്യുന്നു എന്നുള്ളതായിരുന്നു. പക്ഷെ അത് അങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല. പക്ഷേ ഏറ്റവും ഒടുവിൽ പല രാജ്യങ്ങളുടെയും അന്വേഷണ റിപ്പോർട്ടിൽ നമ്മുടെ ആഭ്യന്തരമന്ത്രിയെയും അതേപോലെ തന്നെ പ്രതിരോധ സുരക്ഷാ ഉപദേഷ്ടാവ് പിന്നെ അജിത് ഡോവലിനുൾപ്പെടെ പേര് പരാമർശിച്ചുകൊണ്ട് തന്നെ റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നു. അതായത് ഇതിൻ്റെ പിന്നിൽ വളരെ കൃത്യമായി തീവ്രവാദി നേതാക്കന്മാരെ ഒരു ദയയുമില്ലാതെ അജ്ഞാതൻ തീർക്കുന്നു. ഇതിൻ്റെ പുറകിൽ കേന്ദ്രത്തിലെ ആളുകൾ തന്നെയാണ്, രാജ്യത്ത് ഇന്ത്യയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വന്നതോടെ അത് വളരെ ഗൗരവത്തിലെടുക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം ഈ ഭീകരവാദികളെ ഒന്നും ഉപദേശിച്ച് നന്നാക്കാൻ കഴിയില്ല. ഭീകരവാദികളെ ഉപദേശിച്ചിട്ട് അവരുടെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിയൊന്നും അവരെ ശരിയാക്കാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസവും എനിക്കില്ല. പ്രത്യേകിച്ച് അതെ ഒരു എങ്ങനെ പ്രത്യേകിച്ച് IS ഞാൻ പറയുന്നത് ഒരു ഇസ്ലാമിക മത ഭീകരവാദ സംഘടനയിൽപ്പെട്ട ആളുകളെയും മസ്തിഷ്ക പ്രക്ഷാളനം നടത്താൻ കഴിയില്ല. ഇസ്ലാമിക യഥാർത്ഥത്തിൽ ഭീകരവാദം എന്ന് പറയുമ്പോൾ തന്നെ ഓർമ്മ വരുന്നത് ഇത്തരത്തിലുള്ള ഭീകരവാദമായതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അവരുടെ മെന്റാലിറ്റി നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തല്ലോ. ഈ സലീം കുമാർ, ഞാനും ധന്യയുള്ള ചർച്ചയിലാണ് പറഞ്ഞത്. അതായത് സലീം കുമാറിൻ്റെ ഒരു വാർത്തയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ പൊട്ടിച്ചെറിയ ആളുകൾക്ക് വ്യക്തിക്ക് ലിംഗത്തിൽ ഇരുമ്പ് മറ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾ ഉള്ള ഒരു ലോകമാണിത്. ഇറാനിൽ ഒരു പെൺകുട്ടി രക്തം വാർന്നാണ് മരിച്ചത്. എന്തുകൊണ്ടാണ് രക്തം വാർന്ന് മരിച്ചത്? ആ ചെറിയ പിഞ്ചു കുട്ടിയെ കല്യാണം കഴിച്ചു കൊടുത്തു. ഏത് നിയമത്തിൻ്റെ പേരില്ല? മത നിയമത്തിൻ്റെ പേരില്ല. എന്നിട്ട് അവിടെ ഇതിനെതിരെ പ്രതിഷേധിച്ച ഒരു യുവതിയെ ആ യുവതിക്കെതിരെ കേസെടുത്തു. ആ യുവതിയെ അറസ്റ്റ് ചെയ്തു, ജയിലിൽ അടച്ചു. അവിടെ നിന്ന് പുറത്തിറങ്ങി അവർ അടിവസ്ത്രം മാത്രം ഇട്ടുകൊണ്ട് പുറത്തിറങ്ങി പ്രതിഷേധിച്ചു. 24 മണിക്കൂർ നിന്നു ഒരേ നിപ്പ്. ഇത്തരത്തിലെല്ലാം പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ. അപ്പോൾ ഇവരുടെ ഒന്നും ഈ തലച്ചോറിൽ കൊടുത്തിട്ടുള്ള സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ, ആ സോഫ്റ്റ്വെയർ മാറാൻ പോകുന്നില്ല. അപ്പോൾ ഇവർ ലോകത്തിന് തന്നെ ഭീഷണിയാണ്. അതുകൊണ്ട് തന്നെ ഒസാമ ബിൻ ലാദനെ വധിച്ചപ്പോൾ ലോകം എങ്ങനെ സന്തോഷിച്ചുവോ അതേപോലെ തന്നെയാണ് ഈ ഭീകരവാദി നേതാക്കളെ ഓരോന്നായി അജ്ഞാതൻ വധിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ ആളുകളും സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ അമേരിക്കയ്ക്കോ, അത് ലോക പോലീസ് എന്നാണല്ലോ അമേരിക്ക അറിയപ്പെടുന്നത്, അമേരിക്കയ്ക്ക് വളരെ കൃത്യമായി ഇവിടെ ഇടപെട്ടുകൊണ്ട് ഇതിനെതിരെ ഒരു നടപടി എടുക്കാം, അല്ലെങ്കിൽ ഇതിനെതിരെ പ്രതികരിക്കാം. എന്തുകൊണ്ട് ജോ ബൈഡൻ ഭരിക്കുന്ന സമയത്ത് പോലും ഇതിനെതിരെ അമേരിക്ക ഒരു അക്ഷരം മിണ്ടിയില്ല. ഈ പന്നുൻ, നമ്മുടെ ഖലിസ്ഥാൻ നേതാവായിട്ടുള്ള പന്നുവിനെ വധിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു പന്നു ഒരു പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് സംഭവം ഇതാണ്: എന്നെ കൊന്നിട്ടുണ്ടെങ്കിൽ പന്നു എങ്ങനെയോ രക്ഷപ്പെട്ടു, ഇനി എന്നെ കൊന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് ഇന്ത്യയാണ് എന്ന് വരുത്തി തീർക്കാൻ പന്നുവിന് ജീവനിൽ കൊതിയുള്ളത് കൊണ്ട് അദ്ദേഹം കുറേ പൊറാട്ട നാടകങ്ങൾ കളിച്ചു. അത് മാത്രമാണ്. പക്ഷേ എന്നിട്ട് പുള്ളി അവിടെ നിന്ന് ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിമാനങ്ങൾ പോകുമ്പോൾ ശ്രദ്ധിക്കണം, ഈ വിമാനങ്ങൾ പോകുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. ഒരുപാട് വിമാനങ്ങൾക്ക് നേരെ അതെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് ഇതിനൊക്കെ വളരെ കൃത്യതയോടുകൂടി കൈകാര്യം ചെയ്യാൻ ഇന്ത്യ രാജ്യത്തെ പ്രധാനമന്ത്രി കഴിയുന്നുണ്ട്. ഗൗതം ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കോൺഗ്രസ് സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് അജ്മൽ കസബ് എന്ന് പറയുന്ന ഭീകരൻ മുംബൈ താജ് ഹോട്ടലിൽ കയറി ആക്രമണം നടത്തിയത്. ഒരുപാട് പേർ കൊല്ലപ്പെട്ടു. നമ്മുടെ സന്ദീപ് ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെ ധീര ജവാന്മാർക്ക് വീരമൃത്യു വരിക്കേണ്ടി വന്നു. അങ്ങനെയുള്ള ഒരു നാട്ടിൽ, അങ്ങനെ സന്ദീപ് ഉണ്ണികൃഷ്ണനെ പോലെ ഒരുപാട് ആളുകൾ, ഒരുപാട് ജവാന്മാർ രാജ്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി ജീവത്യാഗം ചെയ്തൊരു നാട്ടിൽ, അതിനുശേഷം നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യത്ത് വലിയ ഭീകരാക്രമണങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ല, വലിയ സ്ഫോടനങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ല, ഒരു കോയമ്പത്തൂർ സ്ഫോടനം ആവർത്തിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതൊക്കെ തന്നെ ഈ ഭീകരവാദി നേതാക്കന്മാരെയൊക്കെ ആശങ്കയിലാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് നരേന്ദ്രമോദിക്ക് നേരെ ഒരു വധഭീഷണി വരുന്നു എന്നുള്ളത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണല്ലോ. നരേന്ദ്രമോദി ഒരു വ്യക്തിയല്ല, ഇപ്പോൾ എന്റെയും ഗൗതമിന്റെയും കൂടി പ്രധാനമന്ത്രിയാണ്. അപ്പൊ അതുകൊണ്ട് മാത്രമല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നേതാവായിട്ട് നരേന്ദ്രമോദി ഉയർന്നു കഴിയുകയും ചെയ്തു. റഷ്യയിലെ ഏറ്റവും പരമോന്നത ബഹുമതി, ഏറ്റവും വലിയ സ്റ്റേറ്റ് അവാർഡാണ് മോദിയെ തേടിയിട്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എത്തിയത്. അത് സമർപ്പിച്ചത് വാൾഡമിർ പുടിൻ തന്നെയാണ്. അപ്പൊ എന്തുമാത്രം ശക്തനാണ് ആഗോള രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദി എന്നത് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. സെലൻസ്കി അടക്കം പറയുന്നു മോഡി ഇടപെടണം, റഷ്യ ഉക്രൈൻ വിഷയത്തിൽ മോഡി ഇടപെടണമെന്ന് സെലൻസ്കി അടക്കം അഭിപ്രായം പറയുന്നു. അങ്ങനെ ലോകത്തിലെ ഒരു 5 വേണ്ട, ഒരു 3 ഏറ്റവും വലിയ രാഷ്ട്ര നേതാക്കന്മാർ ആരാണെന്ന് ചോദിച്ചാൽ അതിൽ ഒരു സ്ഥാനം നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന പേരാണ്. അപ്പം അത്
ഇസ്ലാമിക ഭീകരവാദികൾക്ക് വലിയ രീതിയിൽ ഭീഷണിയാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വധഭീഷണിയെ വളരെ ഗൗരവപൂർവ്വം കാണണം. പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പോലീസ് അത് ഇയാൾ ഏതിൻ്റെ പുറത്താണ് ഈ സന്ദേശം അയച്ചത്, മദ്യലഹരിയിലാണോ, ഇനി പിന്നെ യഥാർത്ഥ കാരണം കൊണ്ടാണോ എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ഇത് തന്നെയായാലും യൂനസിന്റെ വളരെ ഗൗരവത്തോടു കൂടി രാജ്യം ഇതിനെ കാണുന്നുണ്ട്.